പണ്ഡിറ്റ് സാക്കിർ ഹുസൈൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരെ തേടിയെത്തുന്നത്. മരണവാർത്ത കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 ഗ്രാമി പുരസ്കാരങ്ങളാണ് നമ്മുടെ ഈ തബല മാന്ത്രികൻ നേടിയത്. അതിൽ 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ 3 ഗ്രാമി പുരസ്കാരങ്ങളാണ് നമ്മുടെ തബല മാന്ത്രികൻ നേടിയത്. പത്മഭൂഷണം പത്മവിഭൂഷണം അടക്കം രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു അന്ത്യം. കുടുംബം വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ വാർത്ത പുറത്തു വന്നുവെങ്കിലും കുടുംബാംഗങ്ങളത് നിഷേധിക്കുകയായിരുന്നു. ICUവിൽ തന്നെയാണ്, മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നേരത്തെ അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ കുടുംബാംഗങ്ങൾ സാക്കിർ ഹുസൈൻ്റെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് കലാപ്രേമികളെ, സാക്കിർ ഹുസൈൻ്റെ തബല വിസ്മയം കണ്ട് ആസ്വദിച്ചു പോയ മനുഷ്യരെ, ഒരു മാന്ത്രികൻ തന്നെയായിരുന്നു തബലയിൽ സാക്കിർ ഹുസൈൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അപർണ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അപർണ, ഇപ്പോൾ കുടുംബാംഗങ്ങൾ അമേരിക്കയിൽ നിന്ന് സാക്കിർ ഹുസൈൻ്റെ മരണം സ്ഥിരീകരിച്ചുവോ? അപർണ, കുടുംബം അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മരണവാർത്ത അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഏറെ വൈകി രാത്രി 10:30 കൂടി തന്നെ മരണവാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സാൻ ഫ്രാൻസിസ്കോയിലാണ്, ആശുപത്രിയിലെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് അത് സ്ഥിരീകരിക്കാൻ താമസിച്ചത് എന്നുള്ള തരത്തിലാണ് ഇന്ന് വാർത്തകൾ വരുന്നത്. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണം ഇന്നലെ തന്നെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നു. മരണമാണ്, സ്വാഭാവികമായും ആശുപത്രി അധികൃതരും ബന്ധുക്കളും അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അതിന് ഔദ്യോഗികമായൊരു വേർഷൻ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 6-7 ദിവസമായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു. പിന്നീട് അത് കാർഡിയാക് അറസ്റ്റിലേക്കും അതിനെ തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ 6 ദിവസമായി കിടപ്പിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. ഇന്ന് ആ കാര്യം ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ തബല മാന്ത്രികൻ എന്നുള്ള ഒറ്റ വാക്കിലാണ് സാക്കിർ ഹുസൈൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തതിനു ശേഷം ഞാൻ ആ വാർത്തയൊന്ന് പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു. അപ്പം പറഞ്ഞതുപോലെ കുടുംബം അല്പസമയം മുമ്പാണ് സാക്കിർ ഹുസൈൻ എന്ന തബല മാന്ത്രികൻ്റെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ വന്ന വാർത്തയെ കുടുംബാംഗങ്ങൾ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങൾ കൂടി ട്വീറ്റ് ചെയ്തിരുന്നു. ഇനി ആ തബല മാന്ത്രികനില്ല, ആ തബല മാന്ത്രികതയുമില്ല.